പുറത്തുള്ള രാജ്യങ്ങളിൽ പോയിട്ട് പേപ്പർ കമ്പനീസ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നിട്ട് വലിയ രീതിയിൽ നമ്മുടെ സ്റ്റോക്ക് ഇടിയുമ്പോൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഷെയർ പ്രൈസ് നമുക്കറിയാം, ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോഴാണ് ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് എപ്പോൾ പ്രൈസ് ആവുന്നത്. അപ്പൊ ആ സമയത്ത് ഈ സ്റ്റോക്ക് പ്രൈസ് ഉയരുന്ന സമയത്ത് ജനങ്ങളൊക്കെ ഒന്നാകെ വന്നിട്ട് ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ അത് പ്രോഫിറ്റ് ആകുമ്പോൾ ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു സംഭവം പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല, അതാണ് ആക്ച്വലി ഹർഷത് മെഹ്റ സ്കാം നടന്നിട്ടുണ്ടായിരുന്നത്. പുള്ളി ആദ്യമേ കൊണ്ട് ഇച്ചിരി ഇൻവെസ്റ്റ് ചെയ്യും, എന്നിട്ട് പ്രൈസിന്റെ ഇച്ചിരി ഹൈപ്പർ ലെറ്റ്സ് ഒരു 100 രൂപയാണെങ്കിൽ ഒരു 10 രൂപ സ്റ്റോക്ക് ആണെങ്കിൽ അത് നേരെ 15-17 ആക്കുക. എന്നിട്ട് ഇത്രയും കയറുന്ന കാണുമ്പോൾ ബാക്കി എന്ത് ചെയ്യും, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് നോക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് കയറുന്നുണ്ട്, ഇനി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. അത് 17 നിന്ന് 25-30 ആകുമ്പോഴത്തേക്ക് ആശാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ സെബി ഇത്ര സ്ട്രോങ് ആവുകയും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. എല്ലാ ദിവസങ്ങളും പർട്ടിക്കുലർലി ചില സ്റ്റോക്കുകൾ ബാനാണ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ബാൻ ആവാറുണ്ട്. കാരണം അത് ഓൾമോസ്റ്റ് ലൈക്ക് ഇത്ര മൂവ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ബാൻ ആകും. അന്നത്തെ ദിവസം നമുക്കത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ കഴിയുകയില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിപ്പുലേഷൻ നടക്കാതിരിക്കാനായിട്ട് സെബി കൊണ്ടുവന്നിട്ടുള്ള ഒരു റൂളാണ്.